ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ നെഹ്റു പാർക്കിലേക്കാണ്. അപ്പോൾ അവിടെ കുറച്ച് നാളായി തുടങ്ങിയിട്ട് വാട്ടർ ഷോ തുടങ്ങിയിട്ട് രാത്രി 7 മണിക്കും 7:30ക്കാണ് 2 ഷോ ആണുള്ളത്. അപ്പോൾ നമുക്ക് ആ ഷോ ഒന്ന് കാണണം. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങളും പോരേട്ടോ. നമ്മളിതേ പാർക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിലാണെങ്കിൽ കുറേ ഉപ്പിലിട്ടതുകളുണ്ട്. അപ്പോൾ ധനുമോൻ അത് കണ്ട വഴിക്ക് തന്നെ അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവന് മാങ്ങ ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളത് ആദ്യം വാങ്ങിക്കാൻ നിൽക്കുകയാണ്. പിന്നെ കുറേ കളിപ്പാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട് കേട്ടോ. മാങ്ങ, പൈനാപ്പിൾ, നെല്ലിക്ക, അരിനെല്ലിക്ക, ക്യാരറ്റ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഐസ്ക്രീം വണ്ടി കണ്ടപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കാൻ നിൽക്കുകയാണ്. എന്നിട്ടൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഇനി പതുക്കെ അകത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. പാർക്കിലാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഏത് സ്കൂളിൽ നിന്ന് ടൂറ് കൊണ്ടുവന്നു കുട്ടികളെ. അപ്പോൾ ആ കുട്ടികളുടെ ഒരു നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് നേരം അവിടെ ധനുമോനൊന്ന് ഫോമായി വരാൻ കുറച്ച് നേരം പിടിക്കും. അപ്പോൾ ആദ്യം ഞങ്ങളിങ്ങനെ വെറുതെ അവിടെ ഇരുന്ന് കുറച്ച് മാങ്ങയും ഐസ്ക്രീമൊക്കെ കഴിച്ച് എന്നിട്ടൊക്കെയാണ് ധനു കളിച്ച് തുടങ്ങാം കേട്ടോ. ഞാനാണെങ്കിൽ ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് നടക്കുകയാണ്. അങ്ങനെ ധനുമോൻ ഒരു ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറാൻ നോക്കുന്നുണ്ട് കേട്ടോ. ധനു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകണം അങ്ങനെയൊക്കെ ആയിട്ട് സാധാരണ എല്ലാവരും പുറത്തേക്കൊക്കെ പോകണതല്ലോ. ധനുമോനാണെങ്കിൽ ഒരിക്കലും പോയിട്ടുണ്ടായില്ല. അപ്പോൾ അവന് കുറേ നാളായി പറയണമെന്ന് പുറത്തേക്ക് എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോകാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെന്തായാലും ഈവനിങ് ഒന്ന് ഇറങ്ങിയത് കേട്ടോ. പിന്നെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ അവിടെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വലപ്പാടത്തെ ഒരു സ്കൂളിൽ നിന്നാണ് കുട്ടികൾ. അപ്പോൾ അവർ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ധനു ഒന്ന് ഫോമായി ഇങ്ങനെ വരുന്നുണ്ട്. ഓരോ സ്ഥലത്തേക്ക് അവനിങ്ങനെ ഓടും പിന്നെ തിരിച്ച് വരും അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ അത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ മോൾ ഭാഗത്തായിട്ട് കുറേ പുൽത്തകിടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടിയൊക്കെ ഉണ്ടാകുന്ന മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഇരിക്കാറ്. ഇവിടെയൊക്കെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ ലവേഴ്സുകളൊക്കെ ഉണ്ടാവും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ലവേഴ്സുകളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ പിന്നെ നമ്മൾ ധനുമോനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറ്. അവൻ്റെ കളിയും കാര്യങ്ങളൊക്കെയാണ് നോക്കാറ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നോക്കണത്. പിന്നെ ഇവിടെയാണ് വാട്ടർ ഷോ നടക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല മുകളിൽ തന്നെ നോക്കി നല്ല സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. ആ അറ്റത്ത് സ്കൂൾ കുട്ടികൾ കുറേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് 7 മണിക്കാണ്, കറക്റ്റ് 7 മണിക്ക് തുടങ്ങും. അപ്പോൾ അതുവരെ അവർ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ വാട്ടർ ഷോ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല ഒച്ചയിൽ പാട്ടുമുണ്ട്. അതിനനുസരിച്ച് മ്യൂസിക്കിൽ ഈ വാട്ടർ ഷോ നടക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ സ്കൂൾ കുട്ടികളുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ നേരത്തെ. അപ്പോൾ ആ കുട്ടികളാണെങ്കിൽ ഓരോ ഇതിനനുസരിച്ചും അവർ കൈകൊട്ടലും അവരുടെ ഒരു ഓളിടലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു വൈബ്, നല്ല ഇരുട്ട്, പിന്നെ അത്യാവശ്യം ഒരു തണവൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി ഈ വാട്ടർ ഷോയും പിന്നെ നല്ല പാട്ടും ഇങ്ങനെ എല്ലാം കൂടിയാകുമ്പോൾ നമുക്ക് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇത് കണ്ടിരിക്കാൻ കേട്ടോ. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് നമ്മൾ പാട്ടൊന്നും വെക്കാതെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് ഇങ്ങനെ ഇരിക്കണേ കേട്ടോ. അപ്പോൾ ആ കുട്ടികളെ കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു. അപ്പോൾ നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ നമുക്കത്. പിന്നെ 15 മിനിറ്റ് നമ്മുടെ ഈ ഷോയുള്ളൂ കേട്ടോ. 7 മിനിറ്റ് 7:15 വരെയും പിന്നെ 7 to 7:45 വരെയാണുള്ളത്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. പിന്നെ നമ്മൾ പോയത് രാധാകൃഷ്ണയിലേക്കാണ് കേട്ടോ. അവിടുത്തെ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മസാല ദോശ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇവിടേക്ക് തന്നെയാണ് കയറാറ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.